മീന മീനേ വലട്ടോ. ആ മൂസ, ഓ ഇന്ന് മീൻ എന്തായാലും കുറച്ച് മതി. അതിന്റെ വലട്ടാ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ബാക്കി വന്നാൽ അതിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ ബാലേട്ടൻ തുടങ്ങിയ ചെലവ് തീർക്കായി. കറണ്ട് ബില്ല് കാണുമ്പോൾ തന്നെ എനിക്ക് ഷോക്ക് അടിച്ച പോലെയാ. അതുകൊണ്ട് ഞാൻ ലാഭപ്രഭ പദ്ധതിയിൽ ചേർന്നു. കുറച്ച് കറണ്ട് ലാഭിക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല പരിപാടിയാ. നമ്മളും തുടങ്ങിക്കണേ. ബമ്പർ സമ്മാനം എന്താണെന്നറിയോ മൂസയ്ക്ക്? ഇല്ല. കറണ്ട് ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് 1 കിലോ വാട്ടിന്റെ സൗരോർജ്ജ പ്രോജക്റ്റാണ് സമ്മാനം. എന്ന് വെച്ചാല് നമുക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാലേ വീട്ടിൽ കറണ്ട് വേണ്ട, സൂര്യന്റെ ഊർജം കൊണ്ട് ലൈറ്റ് കത്തിക്കുന്ന സംവിധാനം സർക്കാർ തന്നെ വീട്ടിൽ കൊണ്ട് എത്തിച്ചേരും. അല്ല, ഇതിപ്പോ നമ്മളെ സരിതാ നായര് വെട്ടിച്ച പോലെ ആവുമോ? സരിതാ നായര് മൂസാനെ പറ്റിച്ചോ? അല്ല, ഞമ്മളെ പറ്റിച്ചിട്ടില്ല. പക്ഷെ നാട്ടുകാരുമായി ഓള് പറ്റിച്ചിക്കണല്ലോ. അതുപോലെ വൈദ്യുതി ബോർഡ് നമ്മളെ പറ്റിക്കോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മൂസ. നമ്മുടെ വീട്ടിലെ മീറ്റർ നല്ല കണ്ടീഷനായിരിക്കും. മീറ്റർ നോക്കി ബില്ലെഴുതാൻ വന്നവന് തലയ്ക്ക് വെളിവുണ്ടായിരിക്കും. ഈ 2 കാര്യങ്ങൾ ശരിയാണെങ്കിൽ നമ്മൾ കറണ്ട് കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ സമ്മാനം കിട്ടും. പെരയിലെ മീറ്റർ ഒക്കെ കണ്ടീഷനാണ്. ഇനിയിപ്പോ എഴുതാൻ വരുന്നവന്റെ കണ്ടീഷൻ എന്താണെന്ന് ഞമ്മക്കറിയില്ല. മൂസയ്ക്ക് ഇപ്പൊ എത്ര ബില്ലുണ്ട് ഒരു മാസത്തില്? എനിക്ക് ഒരു 100, 150, ഒരു 200 രൂപ ചൂടാ വരും. എന്നിട്ടും കുറക്കാൻ നടക്കുക. മൂസ ആള് കൊള്ളാലോ. അപ്പോ ബാലേട്ടൻ AC ക്കല്ലോട് നല്ല ബില്ലേക്കില്ലേ? എത്ര പേരുണ്ട്? ഒരു 1000-1500 രൂപ. AC ഇല്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല മൂസ. അല്ല ബാലേട്ടാ, ഈ AC കിടന്നുറങ്ങുന്നവരൊക്കെ ഒരു എന്തോന്ന് പറയലുണ്ടല്ലോ നിങ്ങള്, ബുസറയോ എന്തോന്ന് പറയില്ലേ? ബുഷറ അല്ലടോ മൂസ, ബൂർഷ്വാസി. അപ്പോ ബാലേട്ടനും ബുസറാസിയാണ് അല്ലേ? ഞമ്മക്ക് കിടന്നുറങ്ങി AC വേണ്ട, ഫാനും വേണ്ട. പണ്ട് ഇതൊന്നും ഇല്ലാത്ത പരിയിൽ സുഖമായിട്ട് കാറ്റ് കൊണ്ട് കിടന്നുറങ്ങിക്കണം ഞമ്മള്. ഫാനൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടായത് ബാലേട്ടാ. അതെന്തോ കുരുത്തക്കേട്ടോ കറണ്ട് ബില്ല് നിങ്ങളെ വല്ലാതെ ഷോക്ക് അടിപ്പിക്കുന്നുണ്ടല്ലേ? കറണ്ട് ബില്ല് ആരെയാ സുഗുണ ഷോക്ക് അടിപ്പിക്കാത്തത്? എന്നാൽ ബില്ല് കുറയ്ക്കാൻ നിങ്ങളുടെ മീറ്ററിൽ ഒരു ചെറിയ കൈക്രിയ നടത്തിയാൽ മതി. ഞാൻ നടത്തി തരാം. 500 രൂപ. 500 രൂപയോ? ഉപയോഗിച്ച കറണ്ടിൽ നിന്ന് കുറച്ച് ബില്ല് വന്നാ എത്ര 500 രൂപ ലാഭം കിട്ടുന്നത്? അതിലൊരു 500 രൂപയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതൊക്കെ മോശമല്ലേ സുഗുണ? സർക്കാരിനെ നമ്മൾ പറ്റിക്കാൻ പാടുണ്ടോ? സർക്കാർ നമ്മൾ എങ്ങനെയൊക്കെ പറ്റിക്കുന്നുണ്ട്? എന്തൊക്കെ തിരിമറിയാ നമ്മുടെ നികുതി പണം കൊണ്ട് അവർ നടത്തുന്നത്. ഇത് നമ്മൾ തിരിച്ചു ചെയ്യുന്ന ചെറിയൊരു തിരിമറി. എന്നാൽ സുഗുണ നീക്ക് അതൊന്നും ശരിയാക്കിത്താ. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഫുൾ ടൈം AC ഒക്കെ ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ. ഇതിപ്പോ AC ഇട്ടാലും കറണ്ട് ബില്ലിന്റെ കാര്യം ഓർക്കുമ്പോ ഉറക്കം വരാറില്ല സുഗുണ. ഒക്കെ ശരിയായി തരാം. മൂസാക്കന്റെ പുറകെ ഞാൻ പിന്നെ വരാം, ഈ പണി കഴിഞ്ഞിട്ട്. നിന്റെ പേരിലേക്ക് ഈ വരണ്ടേ? കറണ്ട് ബില്ല് നേരാൻ വണ്ണം കുറയുന്നുണ്ടെങ്കിൽ അത് മതി. കള്ളത്തരത്തിന് കൂട്ടിക്കാൻ നമ്മളെ കിട്ടൂല. ചെമ്മീൻ ഒരു 1/2 കിലോ പോന്നോട്ടെ മൂസ. മീറ്റർ ശരിയാക്കിയിട്ട് ഫ്രിഡ്ജ് ഓൺ ചെയ്യാലോ. മീറ്റർ ശരിയാക്കിയിട്ട് നല്ല ബാലേട്ടാ പറയേണ്ടത്, മീറ്റർ ശരിയല്ലാണ്ടാക്കിയിട്ട് നേരെ ലൈനിൽ പോയാലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഞമ്മക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാ മതിയടോ ബാലേട്ടാ. 50 ഏരിയച്ചോളി ഞമ്മള് പോകും. സാമാണോ വാ.